കിട്ടുന്ന പൈസയെ ഞാൻ മേടിച്ച് വെച്ചോളാം. എന്നിട്ട് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ആ ഇല്ല മറക്കൂല. ആ കഴിച്ചായിരുന്നോ? ഓ ശരി ശരി. കൊടുക്കണോ? ആ ശരി ശരി. ക്ലീറ്റോൻ്റെ കയ്യിൽ നിന്ന് കറണ്ട് ബില്ല് അടയ്ക്കാനാന്നും പറഞ്ഞ് നീ മേടിച്ച പൈസ എന്ത് ചെയ്ത്? അത് അല്ലറ ചില്ലറ ആവശ്യം വന്നപ്പോൾ ഒന്ന് മറിക്കേണ്ടി വന്നു. കൊള്ളത്തരം കാണിക്കരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് റൊണാൾഡോ നിന്നോട്. എൻ്റെ തങ്ക ചേട്ടത്തി കറണ്ട് ബില്ല് റോസ്മേരി അടച്ചോളും. കാര്യം നമുക്ക് ഫാനില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പം കടം മേടിച്ചിട്ട് അവിടെ തടയും. അതിനകത്ത് അതിൻ്റെ കേസ് വിട്ടേര്. ക്ലീറ്റോ പറയണത് ശരിയാ. നിന്നെ ഞാനാ വഷളാക്കണേന്നാ ക്ലീറ്റോ എപ്പോഴും പറയുന്നത്. എന്ന് പറയുന്ന ഒരു ഹരിശ്ചന്ദ്രൻ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് പാർട്ടി കണക്ക് എഴുതുമ്പോൾ ഞാൻ കണ്ടോണ്ടിരിക്കുക. കൊടിക്കമ്പിൻ്റെ പേര് 10,000 രൂപ എഴുതി വെച്ചു. എന്നിട്ട് കാട്ടിൽ കയറി കൊന്നക്കമ്പ് ഇട്ടിട്ട് അതിൻ്റെ അറ്റത്ത് കൊടി കെട്ടി. ഞാൻ ചോദിച്ചപ്പോൾ എന്നെ ചീത്ത വിളിച്ചു. അങ്ങനെ ആ പാമ്പിടിച്ച ചെയ്യണ്ടെങ്കിൽ നിനക്കും കൂടിയൊക്കെ വേണ്ടിയിട്ടാ. പിന്നെ കാര്യമൊക്കെ കാര്യം. ക്ലീറ്റോന്റെ പുറത്ത് കയറിയിട്ടുള്ളതൊന്നും വേണ്ട കേട്ടാ. അത് ഇവിടെ വെച്ചങ്ങ് നിർത്തിക്കോ. അതെ അതെ അതെ. ആ നമ്മുടെ വീട്ടിലല്ലേ സംസാരിക്കണത്, അതിന് നാട്ടുകാർക്ക് എന്താ കുഴപ്പം? നമ്മളെ വീട്ടിനകത്തുള്ളവരോടല്ലേ സംസാരിക്കുന്നത്. അപ്പൊ അകത്തുള്ളവർ കേട്ടാ പോരെ. നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കും. നാട്ടുകാർ ചെയ്യുത്തി പിടിച്ചോളൂ. ആ നീ അവിടെ താഴെ കുറച്ച് പയർ കൊണ്ടുപോയി നട്ടിരുന്നല്ലോ. നമ്മള് ഇത്തിരി വെള്ളം ഒഴിക്കാൻ പറഞ്ഞിരുന്നല്ലോ. നീ അങ്ങോട്ട് ഇറങ്ങി പോയായിരുന്നു? എന്ന്? ഇന്നലെ വെള്ളം ഒഴിച്ച്. ആര്? ഞാൻ വെള്ളം ഒഴിച്ച കനക. ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് അടുക്കളയിലെ പണിയും കൂടി ചെയ്തത്. നീ ഒന്നും പറയണ്ട. അതല്ല അവിടെ ആ ഏരിയ മൊത്തം ആ വെള്ളം കണ്ട ദിവസങ്ങളായത്. ഞാൻ പ്രത്യേകം പറഞ്ഞാണ് തളർത്ത് വരുന്ന സമയമാണ്, ശ്രദ്ധിക്കണമെന്ന്. എടാ ഇവനോട് ചോദിച്ചു നോക്കിക്കോ. ഞാൻ വെള്ളം ഒഴിക്കണത് ഇവൻ കണ്ടതാ. ചോദിച്ചു നോക്ക്. കണ്ടു കണ്ടു. വെള്ളം ഒഴിച്ചു. താഴെത്തൊടി കണ്ടു. ബക്കറ്റിൽ കൊണ്ടുപോയി. നീ അങ്ങനെ നുണ പറയണ പോലെ ഒന്നും പറയണ്ട. കണ്ടു. അല്ല കണ്ടു. ഉള്ളതാ. വെള്ളം ഒഴിച്ചു. ഒഴിച്ചാലും ശരി ഒഴിച്ചില്ല ശരി, ഞാൻ എന്തായാലും ഒഴിച്ചിട്ടുണ്ട്. നീ വൈകുന്നേരം ഒന്നുകൂടെ ഇറങ്ങി നോക്കണം. അത് തളർത്ത് വരെയാണ്. ശ്രദ്ധിച്ചോളാം കേട്ടാ. നിങ്ങൾ ആ പറമ്പ് ഇറങ്ങിട്ട് എത്ര ദിവസമായി പെണ്ണുങ്ങളെ? എന്നെ പച്ചക്ക് തിന്നും. ആ തിന്നട്ടെ. തിന്നണമല്ലോ. ഇച്ചിരുമ്പ എന്താ പറഞ്ഞേ? നിങ്ങളാണ് എന്നെ വഷളാക്കുന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാനത് നശിച്ചു പോകുന്നു. തിരിച്ചങ്ങോട്ട് പറഞ്ഞാല് പറയട്ടെ. ഞാനില്ലായിരുന്ന കാഹനായിരുന്നു നമ്മൾ എപ്പം നാണം കെട്ടാൻ ഞങ്ങളുടെ മുമ്പിൽ. വേണമെങ്കിൽ തിന്നിട്ട് ഓടർക്കാം. മയത്തിലൊക്കെ ചോദിച്ചു.